യേശുവിൻ തിരുപ്പാദത്തിൽ ഇരുന്നു കേൾക്കന തൻ്റെ വിശുദ്ധവാക്യത്തിൽ നമ്മുടെ ജീവന. യേശുവിൻ സുവിശേഷം ദിവ്യമാമുപദേശം കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. ദൈവവചനം ജീവനും ശക്തിയുമാകയാ, ആത്മരക്ഷയുണ്ടേവനും ഉള്ളത്തിൽ കൈക്കൊണ്ടാൽ. ആത്മമരണം മാറും, നീതിയിൽ അവൻ വാഴും. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. അന്ധനു കാഴ്ച നൽകുവാൻ വചനം ജ്ഞാനമാ, സത്യത്തിലതു കാക്കുവാൻ സ്വർഗത്തിൻ ദാനമാ. ഒഴിയുവാൻ നിത്യകാശം, കാലിനൊരു പ്രകാശം. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. നിൽക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. യേശുവിൻ തിരുപ്പാദത്തിൽ ഇരുന്നു കേൾക്കന തൻ്റെ വിശുദ്ധവാക്യത്തിൽ നമ്മുടെ ജീവന. യേശുവിൻ സുവിശേഷം ദിവ്യമാമുപദേശം കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. പത്രോസ് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 2-ാം വാക്യത്തിൽ ഇങ്ങനെ പറയാം: വിശുദ്ധ പ്രവാചകന്മാർ മുൻ പറഞ്ഞ വചനങ്ങളും നിങ്ങളുടെ അപ്പോസ്തലന്മാർ മുഖാന്തരവും കർത്താവും രക്ഷിതാവുമായവൻ തന്ന കൽപ്പനയും ഓർത്തുകൊള്ളണമെന്ന് ഈ ലേഖനം 2-നാലും ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തി നിങ്ങളുടെ പരമാർത്ഥ മനസ്സ് ഉണർത്തുന്നു. പ്രവാചകന്മാർ, വിശുദ്ധ പ്രവാചകന്മാർ, അപ്പോസ്തലന്മാർ മുഖാന്തരവും എന്ന് പറഞ്ഞാൽ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം പറഞ്ഞ വചനം എന്ന് പറയുന്നത് എന്താണ്? അത് പഴയ നിയമ പുസ്തകത്തെക്കുറിച്ചാണ്. നിങ്ങളുടെ അപ്പോസ്തലന്മാർ മുഖാന്തരം കർത്താവും രക്ഷിതാവുമായി തന്ന കൽപ്പന അതെവിടെയാണ് പറയുന്നത്? അത് പുതിയ നിയമത്തിലാണ്. കൽപ്പനയെ ഓർത്തുകൊള്ളണം എന്ന് ഈ ലേഖനം 2-നാലും ഞാൻ നിങ്ങളുടെ പരമാർത്ഥ മനസ്സ് ഓർമ്മിപ്പിക്കുന്നു. പഴയ നിയമ തിരുവെഴുത്ത് അപ്പോസ്തലൻ മുഖേന്ദ്രൻ നൽകി. സഭയ്ക്ക് അപ്പോസ്തലന്മാർ നൽകിയ പഴയ നിയമ പ്രവാചകന്മാരിലൂടെ ലഭിച്ച പഴയ നിയമവും അപ്പോസ്തലന്മാർ നൽകപ്പെട്ട കൽപ്പനയും പുതിയ നിയമ കാര്യങ്ങളുമാണ്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതിനെക്കുറിച്ച് പറയുകയാണ്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനിയും പുതിയതായിട്ട് ഇതിനോടൊന്നും കൂട്ടിച്ചേർക്കാൻ പറ്റത്തില്ല. നമ്മളും ദൈവത്താൽ അയക്കപ്പെട്ട അപ്പോസ്തലനോ ഒക്കെ ആകാം, പക്ഷേ തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് എഴുതി നിർത്തിയതാണ്. ഇനിയും നമുക്കതൊന്നും തുടർന്ന് ചെയ്യാൻ ആർക്കും കഴിയുന്നതല്ല. ആരും ചെയ്യരുത് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതിനോടൊന്നും കൂട്ടുകയോ കുറയ്ക്കുകയോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതാ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത്. അപ്പോൾ തന്നെ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൽ 8-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുകയാണ്: എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. എന്ന് പറഞ്ഞാൽ ഇനി ഇത് മാറ്റാൻ ആർക്കും പറ്റത്തില്ല. സുവിശേഷം യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് തന്ന രക്ഷയുടെ സുവിശേഷത്തിന് ഇനി വേറൊരു രൂപമില്ല. ഈ ബൈബിളിൽ പറയുന്ന കാര്യത്തിന് നമുക്കെന്തെങ്കിലും കൂട്ടാനും പറ്റത്തില്ല. ചില ഉപദേശങ്ങൾ കൊണ്ടുവരാൻ പറ്റത്തില്ല. കാര്യം ഈ ഉപദേശം എല്ലാം പരിശുദ്ധാത്മാവിനാൽ നൽകപ്പെട്ടതാണ്, ദൈവത്താൽ നൽകപ്പെട്ടതാണ്. യൂദായ്ക്ക് എഴുതിയ
ലേഖനത്തിൽ 1:3 വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിക്കപ്പെട്ട വിശ്വാസം. എങ്ങനെയാ പറയുന്നത്? യൂദാ 1:3 പറയാണ്, വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിക്കപ്പെട്ട വിശ്വാസം എന്ന് പറഞ്ഞാൽ പുതിയ നിയമ ഉപദേശത്തെ ഇനി ഒരിക്കലും ആർക്കും മാറ്റി നൽകാൻ കഴിയുകയില്ല എന്നുള്ളതാണ്. ഇന്നും അപ്പോസ്തലന്മാരുണ്ടോ? അപ്പോസ്തലന്മാരല്ലേ പുതിയ നിയമത്തിൽ ഇതെല്ലാം കൊണ്ടുവന്ന്. ഇന്നും അപ്പോസ്തലന്മാരുണ്ടോ? അപ്പോസ്തോലിക പിന്തുടർച്ച എന്ന് പറഞ്ഞാൽ ശ്ലൈഹിക പിന്തുടർച്ച അവകാശപ്പെടുന്നു എല്ലാ സഭകളും. അപ്പോസ്തലന്മാരുണ്ടോ? എഫേസ്യർ 4:11 നാം 5 വിധ ശുശ്രൂഷകളെ കാണുന്നു. 5 വിധത്തിലുള്ള ശുശ്രൂഷ. അതിൽ ഒന്നാമത്തേതാണ് അപ്പോസ്തലന്മാർ ആണ്. അപ്പോസ്തലന്മാർ നിർവഹിച്ച ശുശ്രൂഷ ഇന്നും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ദേശങ്ങളിൽ സുവിശേഷം അറിയിച്ച് ജനങ്ങളെ കർത്താവിലേക്ക് നടത്തി സഭകൾ സ്ഥാപിക്കുന്ന ഓരോ ശുശ്രൂഷകരും അപ്പോസ്തലന്മാരാണ്. അപ്പോസ്തലന്മാർ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനാൽ ഐക്യപ്പെട്ടവർ, ദൈവത്താൽ അയക്കപ്പെട്ടവർ. അവരുടെ പ്രത്യേകത എന്തോ? കർത്താവിനാൽ അയക്കപ്പെട്ട അപ്പോസ്തലന്മാരാണെന്നുള്ള തെളിവ് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും പൂർണ്ണ സഹിഷ്ണുതയോടെ പ്രവർത്തിക്കും. 2 കൊരിന്ത്യർ 2:12 അതാണ് അപ്പോസ്തലൻ പൗലോസ് പറയുന്നത്. അപ്പോസ്തോലിക ശുശ്രൂഷ സഭകൾ ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കും. എന്ന് പറഞ്ഞാൽ സുവിശേഷം പറഞ്ഞ് ആളുകളെ നേടി അവരെ വിശ്വാസത്തിൽ ഉറപ്പിച്ച് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ദൈവം തിരുവചനത്തെ ഉറപ്പിച്ചു പോകുന്ന ശുശ്രൂഷ. എന്നാൽ കർത്താവിൽ നേരിട്ട അപ്പോസ്തലത്വം പ്രാപിച്ച ശിഷ്യന്മാരുണ്ട്. അങ്ങനെ പ്രാപിച്ച ശിഷ്യന്മാർ പുതിയ നിയമസഭയ്ക്കുള്ള ഉപദേശങ്ങൾ ഭരമേൽപ്പിച്ചത് നാം കാണുന്നു. അവരാണ് പുതിയ നിയമസഭയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപദേശങ്ങൾ. 1 കൊരിന്ത്യർ 9:1 അത് പറയുന്നു. കർത്താവായ യേശുവിനെ കണ്ടവരാണ് അപ്പോസ്തലന്മാരെന്ന് പറയുന്നത്. സഭയുടെ ഉപദേശങ്ങൾ ഒരിക്കലായി ഭരമേൽപ്പിച്ച അപ്പോസ്തലത്വം ആദിമ അപ്പോസ്തലത്തോടുകൂടി അവസാനിച്ചു എന്ന് നാം മനസ്സിലാക്കാം. എന്നാൽ ഇതിന് പിന്തുടർച്ചയില്ല. അപ്പോസ്തലന്മാർ മുഖേന പുതിയ നിയമ ഉപദേശങ്ങളും കൽപ്പനകളും നൽകി കഴിഞ്ഞു. 2 പത്രോസ് 3:2 പറയുന്നത്. നമുക്കിനി ഒന്നും ലഭിക്കാനില്ല, അത് ലഭിച്ചു കഴിഞ്ഞു. അതാണ് പറയുന്നത്. വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം മുൻപറഞ്ഞ വചനങ്ങളും നിങ്ങളുടെ അപ്പോസ്തലന്മാർ മുഖാന്തരം കർത്താവും രക്ഷിതാവുമായവൻ തന്ന കൽപ്പനയും ഓർത്തുകൊള്ളണമെന്ന് ഈ ലേഖനം 2 ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തി എന്ത് ചെയ്യുകയാണ്? ഉറപ്പിക്കുകയാണ്. അപ്പം പുതിയ നിയമ ഉപദേശങ്ങൾ നൽകുന്ന, ഇനിയും ഉപദേശങ്ങളൊക്കെ നൽകുന്ന, എന്തെങ്കിലും ഉപദേശങ്ങൾ നൽകുന്ന അപ്പോസ്തലത്വ അധികാരം ഇനിയും പിന്തുടർച്ചയില്ല. എന്നാൽ ഞാൻ അപ്പോസ്തലനാണെന്ന് പറയുന്ന ഓരോ കാലഘട്ടത്തിലും ആൾക്കാർ ഇന്നും ഉണ്ട്. അത് ശ്ലൈഹികമാണ്. സാമുദായിക സഭകളിൽ ആരാധനമധ്യേ വായിക്കുന്ന എന്ന് പറഞ്ഞാൽ സഭകളിൽ ആരാധനമധ്യേ വായിക്കുന്ന നിത്യവിശ്വാസ പ്രമാണത്തിൽ സഭ ശ്ലൈഹികം ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ശ്ലീഹന്മാരാൽ നൽകപ്പെട്ട ഉപദേശങ്ങളിൽ നിൽക്കുന്നതും അപ്പോസ്തല പ്രവൃത്തിയിൽ കാണുന്നതുമായ രീതിയിലാണ് സഭ. അതാണ് യഥാർത്ഥ ശ്ലൈഹിക പാരമ്പര്യം. ആദിമസഭ അപ്പോസ്തലന്മാരുടെ, അതാ പറയുന്നത് അപ്പോസ്തല പ്രവൃത്തി 2:42 പറയാണ്, അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. അപ്പോസ്തലന്മാർ ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളിൽ ശുശ്രൂഷിച്ച അടയാളങ്ങൾ, വീരപ്രവൃത്തികൾ ഇവയുടെ സഹായത്താൽ ദേശങ്ങളിൽ ഉണർവുണ്ടാക്കി സഭകളെ സ്ഥാപിച്ചു. എന്നിട്ട് വിശ്വാസികളെ സ്ഥാനപ്പെടുത്തി സഭയോട് ചേർത്ത് ന്യായപ്രമാണത്തിലെ അനുഷ്ഠാനങ്ങളിൽ നിന്ന് സഭയെ സ്വതന്ത്രമാക്കി സകല വിശ്വാസികളും ക്രിസ്തുവിൽ തികഞ്ഞവരാണെന്ന് പ്രസംഗിച്ചു. അപ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ 1-8 വായിച്ച പോലെ, എന്നാൽ നിങ്ങളോട് അറിയിക്കുന്നതിന് വിപരീതമായി ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ എന്ന് പറഞ്ഞ് ഇനിയിപ്പം അങ്ങനെ തിരുത്താനൊന്നും ഇനിയില്ല, ഒന്നും മാറ്റാനില്ല. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ അതിന് പിന്തുടർച്ചയുണ്ട്. നമുക്ക് വേണ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം,
സഭ ആത്മാക്കളെ നേടുകയൊക്കെ ചെയ്യാം. അതിന് പിന്തുടർച്ചയുണ്ട്. അപ്പോസ്തോലിക എഴുത്തുകൾ നാം പറയുന്ന വിശുദ്ധ ഗ്രന്ഥത്തിൽ അപ്പോസ്തലന്മാർ നൽകിയ പുതിയ നിയമ ഉപദേശങ്ങൾ എഴുതി അവസാനിച്ചു. ഇനി നമുക്ക് ഉപദേശങ്ങൾ എഴുതാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ അപ്പോസ്തലന്മാരായി തുടരാം. നമ്മുടെ കയ്യിലൂടെയൊക്കെ അത്ഭുതം നടക്കാം. പക്ഷെ ബൈബിള് അവിടെ എഴുതി അവസാനിച്ചു. ഇനി പ്രത്യേക ഉപദേശം ആർക്കും കൊടുക്കാനില്ല. നമുക്കത് ലഭിച്ചു കഴിഞ്ഞതോർത്ത്, ആ തിരുവചനം നൽകിയതോർത്ത് നമുക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യാം. എഴുതപ്പെട്ട 66 പുസ്തകങ്ങളായി അത് എഴുതി തന്നിരിക്കുകയാണ്. ഇനി ഒന്നും ഇതിനോട് കൂട്ടിച്ചേർക്കാൻ പറ്റത്തില്ല. പ്രാർത്ഥിക്കാം. പിതാവേ, പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ. കർത്താവെ, ഞങ്ങളെ കർത്താവ് വിളിച്ച് വേർതിരിച്ച് ദൈവ മക്കളാക്കി, അപ്പോൾ തന്നെ അപ്പോസ്തോലന്മാരാക്കി, അയക്കപ്പെട്ടവരാക്കി, തകർന്നവരോട് യേശുവിനെ പറയാനൊക്കെ നിയോഗിക്കുമ്പോൾ കർത്താവെ, ഞങ്ങൾക്കിനിയും ബൈബിളിനോടൊന്നും കൂട്ടിച്ചേർക്കാനോ പുതിയ നിയമത്തോടൊന്നും പുതിയ ഉപദേശങ്ങൾ എഴുതാനോ ഞങ്ങൾക്ക് അനുവാദമില്ലല്ലോ. പരിശുദ്ധാത്മാവ് അതിൽ എഴുതി അവസാനിപ്പിച്ചല്ലോ. ആ എഴുതി അവസാനിപ്പിച്ച തിരുവചനത്തിൽ വിശ്വസിക്കാനും ലേഖനങ്ങൾ വിശ്വസിക്കാനും അത് പിൻപറ്റാനും ഞങ്ങളെയൊക്കെ സഹായിക്കണം. ഞങ്ങളുടെ ഹൃദയ കണ്ണുകൾ അതൊക്കെ മനസ്സിലാക്കാൻ ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ എന്നെ കേൾക്കുന്ന രോഗികൾ യേശു ക്രിസ്തുവിൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയഭാരങ്ങൾ മാറിപ്പോകട്ടെ, ആകുല ചിന്തകൾ മാറട്ടെ, ഭയങ്ങൾ മാറട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളും വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സകല മഹത്വവും അർഹപ്പെട്ട കുഞ്ഞാട് യേശുവിൻ പുനനാമത്തിൽ പിതാവേ, ആമേൻ. യേശുവിൻ തിരുപാദത്തിൽ ഇരുന്നു കേൾക്കുന്ന തൻ്റെ വിശുദ്ധവാക്യത്തിൽ നമ്മുടെ ജീവനാ. യേശുവിൻ സുവിശേഷം ദിവ്യമാമുപദേശം കേൾക്കുക നാം, കാക്കുക നാം ജീവൻ്റെ വാക്യങ്ങൾ. ദൈവവചനം ജീവനും ശക്തിയുമാകയാ, ആത്മരക്ഷയുണ്ടേവനും ഉള്ളത്തിൽ കൈക്കൊണ്ട. ആത്മമരണം മാറും നീതിയിൽ അവൻ വാഴും. കേൾക്കുക നാം, കാക്കുക നാം ജീവൻ്റെ വാക്യങ്ങൾ. കേൾക്കുക നാം, കാക്കുക നാം ജീവൻ്റെ വാക്യങ്ങൾ.